അങ്ങനെ ഇതാ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, എത്ര പെട്ടെന്ന് 2 മാസം കഴിഞ്ഞത്. ഇന്നിപ്പോൾ നമ്മളിതാ ചാരുട്ടിക്ക് സ്കൂളിലേക്ക് വേണ്ട ബാഗും കുടയും ബുക്സൊക്കെ വാങ്ങാൻ വേണ്ടി പോവാട്ടോ. നമ്മൾ എജുമാർട്ടിലേക്കാട്ടോ പോയതുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ബക്രീദ് ആയതിനെ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമേ തുറക്കുള്ളൂ എന്ന് അവർ പറഞ്ഞ് അങ്ങനെ നമ്മൾ പ്ലാൻ ബി എടുത്തു. അതായത് മിഠായി തെരുവ് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്പോട്ടാണ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് പോകുന്നില്ല, കാരണം എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന അവിടേക്ക് പോകാം. അതായത് എങ്ങനെയെങ്കിലും ഒരു ഷോപ്പ് എല്ലാം നമുക്ക് കിട്ടുമല്ലോ. അപ്പം ബാഗും കുടയും ബുക്സും എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് കിട്ടുന്നിടത്ത് വാങ്ങാം. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് കയറി ഇറങ്ങി വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ ബക്രീദിനാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. പക്ഷെ നമുക്ക് തീരെ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഈ ഷോപ്പൊക്കെ ഇന്ന് അടച്ചിരിക്കും, ഇന്ന് അധികം ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല എന്ന് തീരെ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായിട്ടും ഇറങ്ങിയതല്ലേ, പിന്നെ അടുത്ത ദിവസത്തേക്ക് ഇനി മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തായിട്ടും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചാരോട്ടി ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ മിഠായിത്തരമുള്ള ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിക്കുന്നത്. അവിടുന്ന് കുറച്ച് ബുക്സ് വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എജുമാർട്ട് തുറക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്തായിട്ടും ഇനി മിഠായിത്തരവ് നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാഗ് നോക്കാൻ വേണ്ടി ഇങ്ങനെ അതിലൂടെ നടക്കുക കേട്ടോ. പക്ഷേ വേറൊരു ഷോപ്പ് കയറിയിട്ട് അവിടെ നിന്നൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ബാഗ്സ് നോക്കി, പക്ഷേ അവളുടെ മനസ്സിൽ എജുമാർട്ട് പോയിട്ട് വാങ്ങിക്കുക എന്നുള്ള മൈൻഡായിരുന്നേ. അങ്ങനെ അവൾക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഒരുപാട് ഈ ബാഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഡാർക്ക് കളർ അതിനെക്കൊണ്ട് പെട്ടെന്ന് അഴുക്കായാലൊന്നും അറിയില്ലല്ലോ. ഇവിടെ ഇങ്ങനെ പിങ്ക് അതാണ് നോക്കുന്നത്. കാരണം ഇവർക്ക് ഈ പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ ചാരുട്ടിക്ക്. അപ്പോൾ പിങ്ക് ഞാൻ എന്തായാലും ഇപ്രാവശ്യം എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിന് നമ്മൾ അവിടുന്ന് പോകുന്നുട്ടോ. അവിടുന്ന് എടുത്തില്ല. പിന്നെ നമ്മളൊരു കണ്ണൂർ കോക്ടെയിൽ കുടിക്കാൻ വിചാരിച്ചു. ഇതാണ് കണ്ണൂർ കോക്ടെയിൽ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെയും നമ്മൾ നേരെ 2 മണിയാകുമ്പം എജുമാർട്ട് തുറക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ ബാഗ് വാങ്ങിച്ചിട്ടോ. ഇതാണ് ആദ്യം അവൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, കാരണം ലൈറ്റ് കളർ അതിനെക്കൊണ്ട് പെട്ടെന്ന് അഴുക്കാക്കും. അവൾ പെട്ടെന്ന് അഴുക്കാക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ലൈറ്റ് കളേഴ്സ് വേണ്ട, പിങ്ക് പ്രത്യേകിച്ച് വേണ്ട, ഡാർക്ക് കളർ എടുത്തോളാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബാഗ് ആട്ടോ എടുത്തത്. ഇതും ലൈറ്റ് കളറാണ്, പക്ഷേ ഇത് അവളുടെ അടുത്ത് ഇല്ലാത്തൊരു കളറായതിനെ കൊണ്ട് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. അവൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിത് എന്തായിട്ടും വാങ്ങിക്കാൻ വിചാരിച്ചു. പിന്നെ അതിനൂടെ കുറച്ച് ബുക്സ്, പെൻസില്, ബോക്സ്, പിന്നെ അവളുടെ കുടയും ക്രയോൺസും കാര്യങ്ങളൊക്കെ അവളുടെ മാമനും മാമിയും വാങ്ങിച്ചു കൊടുത്താട്ടോ. അത് പിന്നെ അടുത്ത ദിവസം അവർ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂളിൽ പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എന്താ പറയുക, ഇനിയിപ്പോൾ സ്കൂളിൽ പോവാറായില്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.